പണം കൊടുത്ത് വോട്ടറെ സ്വാധീനിക്കാൻ ശ്രമിച്ച പാലക്കാട് നിയോജക മണ്ഡലം ബി.ജെ.പി. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ അയോഗ്യനാക്കണമെന്ന് കെ.പി.സി.സി. വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം.പി. പൈസ കൊടുത്ത് പാലക്കാടിനെ വാങ്ങാൻ കഴിയില്ല. ബി.ജെ.പിയെയും അവരുടെ പൈസയെയും പാലക്കാടുകാർ തള്ളിക്കളയും. ബി.ജെ.പി. പരാജയം സമ്മതിച്ചു, മാറാത്തത് ഇനി മാറുമെന്ന് പറഞ്ഞത് ഇതാണ്. പ്രധാനമന്ത്രി വന്ന് പ്രചാരണം നടത്തിയിടത്ത് പോലും പണം നൽകേണ്ടുന്ന അവസ്ഥയാണ് ബി.ജെ.പിക്കെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. ആവർത്തിച്ച് പറയുന്ന അവരുടെ പണത്തെയും തിരസ്കരിക്കും, പിന്നെ ഈ ബി.ജെ.പിയെയും പാലക്കാട് തിരസ്കരിക്കും. സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് അതിന് നേതൃത്വം നൽകുകൂടെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. ഇതങ്ങനെ ഒരു തെറ്റായ ആരോപണമല്ല. ഇത് ദൃശ്യങ്ങൾ സഹിതം കേരളം മുഴുവൻ, ലോകം മുഴുവൻ കണ്ടതാണ്, വിഷ്വൽസ് കണ്ടതാണ്. അത് കാണിക്കുന്ന വിഷ്വൽസിനെതിരായിട്ടാണ് അടിച്ചു മുഖം തിരിക്കുമെന്നൊക്കെ സ്ഥാനാർത്ഥി തന്നെ പറയുന്നത്. പാലക്കാട് പ്രതികരിക്കും. അയോഗ്യത കൽപ്പിക്കണമല്ലോ. ഇതാണോ ഡെമോക്രസി? ഇതാണോ ജനാധിപത്യത്തിന്റെ ശത്രുപക്ഷത്താണ് സ്ഥാനാർത്ഥിയും ബി.ജെ.പിയും തങ്ങളെ സ്വയം പ്ലേസ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ജനാധിപത്യത്തിന്റെ ശത്രുപക്ഷത്താണ്. അയോഗ്യത കൽപ്പിക്കേണ്ട ഇടപെടലുകളാണ്. അതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് അതിന്റെ തുടർ നടപടികളും ഫോളോ അപ്പ് ചെയ്യും. ഞാൻ അമ്മ വാങ്ങിയെന്നോ വാങ്ങില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അമ്മയെ വെറുതെ വിടാം. നമ്മൾ ദൃശ്യങ്ങൾ ഇവരിത് വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് എല്ലാവരും. ആ പോയിന്റിൽ ഞാൻ സ്ട്രെസ് ചെയ്യും. നേരായ മാർഗത്തിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ അക്സെപ്റ്റൻസ് അല്ലേ ഇത്. റിസർവ് ബാങ്ക് 2026-27 സാമ്പത്തിക വർഷത്തെ ആദ്യ വായ്പാ നയം പ്രഖ്യാപിച്ചു. പലിശ നിരക്കിൽ മാറ്റമില്ല. പലിശ 5.25% തുടരും. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പണപ്പെരുപ്പം കണക്കിലെടുത്താണ് കേന്ദ്ര ബാങ്കിന്റെ നടപടി. സാമ്പത്തിക